ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ബന്ധപ്പെടുമ്പോൾ കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള അറിവുകളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സോണിയ. നല്ലൊരു സെഡ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്, ഒരു ലേഡി ആണെന്നൊന്നും കരുതിയിട്ട് ആരും മോശമായിട്ട് ചിന്തിക്കേണ്ട. കാരണം ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് അറിവെടുക്കുക എന്നത് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ലൈംഗിക രോഗങ്ങൾ വരാറുണ്ട്, ലൈംഗിക പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ തെറ്റായ അറിവുകൾ കാരണം നമുക്ക് മാനസികമായിട്ടും പല പ്രശ്നങ്ങളാണ് ഉണ്ടാകാറുള്ളത്. നമ്മുടെയൊക്കെ ധാരണയില് സെഡ് എഡ്യൂക്കേഷൻ എന്നാൽ ഒരു അശ്ലീല വീഡിയോ പ്രദർശനമാണ് എന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കൂട്ടുകാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തെറ്റായ അറിവുകളൊക്കെയാണ് ഈ വിഷയത്തിൽ നമുക്കുള്ളത്. ഇത് ആരോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ്, ഉറക്കെ പറയാൻ പാടില്ലാത്ത കാര്യമാണ്, ഇല്ലെങ്കിൽ ഇതിനൊരു ചികിത്സ തേടാൻ പോകുന്നത് മടിയാണ്. ഇതൊക്കെയാണ് നമ്മളിലുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ തെറ്റായ ചികിത്സ തേടി പോകുന്നതും തെറ്റായ അറിവുകൾ കാരണം മാനസിക സമ്മർദ്ദത്തിലാകുന്നതും. അപ്പോ ഒത്തിരി ആൾക്കാർ ഈ ബന്ധപ്പെടുന്ന സമയത്ത് ടൈം കിട്ടാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതായത് ശീഘ്രസ്ഖലനം സംഭവിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ലൈംഗിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വളരെ അത്യാവശ്യമായ ഘടകമാണ്. ഇന്ന് പുരുഷന്മാർ അനുഭവിച്ചു വരുന്ന ലൈംഗിക പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ശീഘ്രസ്ഖലനം. അതായത് ബന്ധപ്പെടുമ്പോൾ സമയം കിട്ടുന്നില്ല, ഉദ്ധാരണ പ്രശ്നം ഉണ്ടാകാറുണ്ട്, ബന്ധപ്പെടുമ്പോൾ താല്പര്യം കുറയുന്ന അവസ്ഥ, ഇങ്ങനെ പല ലൈംഗിക പ്രശ്നങ്ങളും ഉണ്ട് എങ്കിലും ഈ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ സമയം കിട്ടുന്നില്ല എന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് ഇന്ന് പുരുഷന്മാരൊക്കെ അനുഭവിച്ചു വരുന്നുണ്ട്. ഒരു 20 മുതൽ 30% ആൾക്കാരിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ്. പക്ഷേ നമ്മുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ ഇത് ആരോടും പറയാൻ പറ്റത്തില്ല എന്നൊരു കാരണം, ഒരു ചിന്ത കൊണ്ട്, നമ്മൾ സ്വന്തം ഉണ്ടാക്കി വെച്ചേക്കുന്ന കാരണമാണ്. ചിന്ത കൊണ്ട് നല്ലൊരു ചികിത്സയിലേക്കൊന്നും പോകാതെ ഇങ്ങനെ മാനസികമായിട്ട് വിഷമിച്ച് ഓരോ ദിവസവും അതിന്റെ അവസ്ഥ ദയനീയമാക്കിക്കൊണ്ടുവരും. അല്ലെങ്കിൽ ഒളിച്ചും പാത്തും പോയിട്ടുള്ള തെറ്റായ ചികിത്സ എടുത്തിട്ട് നിലവിലുള്ള അവസ്ഥയെ കൂടുതലാക്കിയിട്ട് നമ്മൾ വരും. ഇതാണ് നമുക്കൊക്കെ സംഭവിക്കുന്നത്. ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ സമയം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അതിന് മനസ്സിലാക്കുക, അതിന് പല കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങളെ കണ്ടുപിടിച്ച് പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് വിവാഹത്തിന്റെ ഒക്കെ ആദ്യ നാളുകളിൽ പെട്ടെന്നുള്ള സ്ഖലനം സ്വാഭാവികമായിട്ടും നടക്കും. ബന്ധപ്പെടുമ്പോൾ സമയം കിട്ടില്ല, അല്ലെങ്കിൽ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻ ഉള്ളവരില് പിന്നെ ബന്ധപ്പെടുമ്പോൾ സമയം കിട്ടില്ല. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ സമയം കിട്ടാത്ത ഈ ശീഘ്രസ്ഖലനത്തെ അനുഭവിക്കാത്തവരൊന്നും ഇല്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എല്ലാവരിലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. മാനസികമായിട്ടും ശാരീരികവുമായിട്ടുള്ള നിരവധി കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സ്ഖലനം പെട്ടെന്ന് സംഭവിക്കാം. അത് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. എന്താണ് കാരണം? നമുക്ക് എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണോ, എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണിന്റെ പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ദുശീലങ്ങൾ നമ്മളിലുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഒരു അറിവില്ലായ്മ, ഭയം, പേടി, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണോ നമുക്ക് ഇങ്ങനെ സമയം കിട്ടാതെ വരുന്നതെന്നത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിന് കാരണം കണ്ടുപിടിക്കുക. ആ കാരണം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. ഈ ബന്ധപ്പെടുമ്പോൾ സമയം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എളുപ്പ മാർഗങ്ങൾ പറഞ്ഞു തരാം. അതായത് ഈ ബന്ധപ്പെടുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മളെ സ്വാധീനിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. മാനസികമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകള്, കുടുംബ പ്രശ്നങ്ങള്, സാമ്പത്തിക പ്രശ്നങ്ങള്, പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെയും ഈ ബന്ധപ്പെടുമ്പോൾ സമയം കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും എന്നതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ. പിന്നെ ശാരീരികമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ സമയം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഏർപ്പെടുക.
ഡെയിലി നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പെട്ടെന്ന് സ്ഖലനം സംഭവിച്ചു പോകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി ഇങ്ങനത്തെ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. കാരണം അത് നമ്മുടെ രക്തക്കുഴലുകളെയൊക്കെ ബ്ലോക്ക് ആക്കും. നല്ല രീതിയിലുള്ള രക്തോട്ടമൊന്നും നടക്കില്ല. അപ്പോഴൊക്കെ പെട്ടെന്ന് സ്ഖലനം സംഭവിച്ചു പോകും. അതേപോലെ തന്നെ സ്ഖലനം സംഭവിക്കും എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറ്റി വിടുക. കളിയാക്കിയിട്ടാണെങ്കിലും പലരും പറയാറുണ്ട്, ആ സമയത്ത് കടം കൊടുക്കാനുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ഓർത്താൽ മതി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശ്രദ്ധ ആ സമയം അങ്ങ് മാറ്റി വിടുക. അയ്യോ എനിക്കിപ്പോൾ സ്ഖലനം സംഭവിക്കും എന്ന് വെപ്രാളം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടില്ല. അപ്പൊ ആ ശ്രദ്ധ ഒന്ന് മാറ്റുക. അതേപോലെ തന്നെ ലിംഗത്തിന്റെ ചലനം ഒന്ന് കുറച്ച് നിർത്തിയിട്ട് പിന്നെ വീണ്ടും തുടരുക. അപ്പോഴും നമുക്ക് കൂടുതൽ സമയം എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ ലിംഗത്തിന്റെ വേഗത നമ്മൾ കുറയ്ക്കുക എന്നത് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇങ്ങനത്തെ ഒരു കുറവുണ്ട്, അപ്പൊ നമ്മളെ പറ്റുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കാം. അതേപോലെ തന്നെ സ്ഖലനം സംഭവിക്കും എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ലിംഗത്തിന്റെ അഗ്രഭാഗത്തൊന്ന് മുറുക്കെ പിടിക്കുക. നമ്മുടെ പങ്കാളിയുമായിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു അവസ്ഥ, ഈ ഒരു പ്രശ്നം നമ്മൾ തുറന്ന് പറഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ ചേർന്ന് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധപ്പെടുന്ന സമയത്ത് കൂടുതലായിട്ടും സമയം കിട്ടും. അതേപോലെ നിങ്ങൾ സ്വയം ഭോഗം ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ ആ ശീലം അങ്ങോട്ടേക്ക് ഒഴിവാക്കിയേക്കുക. കാരണം വെച്ചാൽ സ്വയം ഭോഗം തരുന്ന 8ന്റെ പണിയാണ് ഈ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. ബന്ധപ്പെടുമ്പോൾ നമുക്ക് സമയം കിട്ടുകയില്ല, പെട്ടെന്ന് സ്ഖലനം സംഭവിക്കും. കാരണം വെച്ചാൽ ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഖലനം സംഭവിക്കുക എന്നൊരു കാര്യത്തിന് ഒരു സമയം കണക്കാക്കി വെച്ചിട്ടാണ് ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. ആരും കാണാതെ പെട്ടെന്ന് സംഭവിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കണം എന്നൊരു ശീലം നമ്മളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ആ പെട്ടെന്നുള്ള സ്ഖലനം സംഭവിച്ചിട്ട് നമുക്ക് സമയം കിട്ടാതെയായി പോകും. അതേപോലെ തന്നെ ആ പ്രവൃത്തിനെ നമ്മൾ അങ്ങോട്ടേക്ക് സ്വയംഭോഗം ചെയ്യാന്ന് പറയുന്ന പ്രവൃത്തിനെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് തന്റെ പങ്കാളിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അതിൽ നിന്നൊരു സുഖവും ആനന്ദവും ഒക്കെ നമ്മൾ കണ്ടെത്തുക. എന്നിട്ടും നമുക്ക് ഈ ഒരു ടൈം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് കോണ്ടം യൂസ് ചെയ്ത് നോക്കുക. കോണ്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ എല്ലാമായിട്ട് നിങ്ങൾക്കൊരു പരിഹാരം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറെ അടുത്ത് എത്തുക എന്നത് നിർബന്ധമാണ്. ഈ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നതൊന്നും നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല രോഗങ്ങളുടെയും തുടക്കമായിട്ടും പല പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് സ്ഖലനമല്ലേ, ഇത് പറയാൻ പറ്റാത്ത കാര്യമല്ലേ, നാണക്കേടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നാല് അത് ഭാവിയിലേക്ക് കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടാക്കും. നല്ല രീതിയിലുള്ള ഒരു ലൈംഗിക സംതൃപ്തി നമുക്ക് ഒരിക്കലും അനുഭവിക്കാൻ പറ്റാതെയും വരും. ആ ഒരു ചിന്ത നമുക്ക് വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ട് പറയും നിങ്ങൾക്ക് എന്ത് പരിഹാരമാണ് വേണ്ടത്, മരുന്നാണോ വേണ്ടത്, കൗൺസിലിംഗ് ആണോ വേണ്ടത്, ചികിത്സയാണോ വേണ്ടത്, തെറാപ്പിയാണോ വേണ്ടത്, ഇതൊക്കെ ആ ഡോക്ടർ പറയും. അതിനനുസരിച്ച് നിങ്ങൾ ചികിത്സ നിർണ്ണയിക്കാവൂ. നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു ചികിത്സയ്ക്കും പോകരുത്. അപ്പൊ ബന്ധപ്പെടുന്ന സമയത്ത് സമയം കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് നടക്കുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ അടുത്തെത്തിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ചികിത്സ തേടേണ്ടതാണ്. നാണിക്കേണ്ട, മടിക്കേണ്ട. ഇത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. നല്ല രീതിയിലുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ ഇത് മോശപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നത് ആ അറിവ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലൊക്കെ ചെയ്തു നോക്കുക. അറ്റൂസ് ക്രിയേഷൻ 0.1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി സബ്ജക്റ്റുകളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ലൈംഗിക വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല അറിവുകൾ സ്വീകരിക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ല അറിവുകൾ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.